ഫസ്റ്റ് ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബിൽ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ടോൺ കീപ്പർ വാലറ്റിൽ നിന്നും നമ്മുടെ ക്രിപ്റ്റോ കറൻസിയായ ടോൺ കോയിന്, ബിറ്റ് കോയിന്, അതുപോലെ തന്നെ എതേറിയം ഏത് കോയിൻസ് ആണെങ്കിലും അത് നമ്മുടെ ബൈബിറ്റിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ്റെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാലും ലിങ്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബൈബിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം ആ ബൈബിറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക, ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഗെയ്സ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് നമ്മുടെ ആധാർ കാർഡ്, ഇന്ത്യൻ ഐഡൻറ്റി കാർഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഫ്രണ്ട് ബാക്ക്. അതുപോലെ തന്നെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഐഡിയും നമുക്ക് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ബൈബിറ്റ് ആപ്ലിക്കേഷൻ നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഗെയ്സ് നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ മുഴുവനായിട്ടും ഫ്രണ്ട്സ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഓരോ പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വാലറ്റിലെ അഡ്രസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് സാധ്യമല്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ, വിഡ്രോ അടിക്കലും സാധ്യമാകില്ല. അപ്പോൾ ഗൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ടോൺ കീപ്പർ വാലറ്റിൽ നിന്നും ബൈബിറ്റ് വാലറ്റിലേക്ക് അടിപൊളിയായിട്ട് വിഡ്രോ അടിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബൈബിറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണാൻ കഴിയും. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴത്ത് ഇവിടെ അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. വലത്തെ സൈഡിൽ ഏറ്റവും താഴെ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബാലൻസ് കാര്യങ്ങളും അക്കൗണ്ട്, വിഡ്രോ ആൻഡ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോയിൻസ് ബൈ ചെയ്യാനും സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ, കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഏത് കോയിൻസിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാം. USDT, അതുപോലെ തന്നെ ബിറ്റ് കോയിന്, എതേറിയം, ആംസ്റ്റർ കോമ്പറ്റ് ഏതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ കോയിൻസിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും ഫസ്റ്റായിട്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലേക്ക് ടോൺ കീപ്പറിലെ ആ ഒരു കോയിൻസിനെ ഇതിലേക്ക് മാറ്റുന്നതിന്, നമുക്ക് വിഡ്രോ ചെയ്യുന്നതിന് ഡെപ്പോസിറ്റ് എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കിവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഏറ്റവും താഴത്തെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഗെയ്സ് ഇതിൽ ഏത് കോയിൻസാണ് നമുക്ക് ടോൺ കീപ്പറിൽ നിന്നും ബൈബിറ്റിലേക്ക് മാറ്റേണ്ടത് എന്നെങ്കിൽ അത് ഇവിടെ തിരഞ്ഞെടുക്കുക. ഇവിടെ റെക്കമെൻഡ് ആയിട്ട് മുകളിൽ കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ കാണാം. ബിറ്റ് കോയിൻ ഉണ്ട്, എതേറിയം ഉണ്ട്, USDT ഉണ്ട്, USDC ഉണ്ട്, അങ്ങനെ ടെറക്സ് ഉണ്ട്. ഗൈസ് ഒരുപാട് പുതിയ കോയിൻസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട്. പിന്നെ താഴോട്ട് പോന്നു കഴിഞ്ഞാൽ ഏത് കോയിൻസ് ആണോ നിങ്ങളത് അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരുപാട് കോയിൻസുകൾ, ക്രിപ്റ്റോ കോയിൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങളുടെ കോയിൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ടെറക്സ് കോയിനാണ്. അപ്പോൾ ടെറക്സ് എന്ന് ഞാൻ അടിച്ചു. അതിനുശേഷം ഗെയ്സ് ടെറക്സ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ നെറ്റ്വർക്ക് ടൈപ്പ് നമുക്കിതിൽ സെലക്ട് ചെയ്യേണ്ടത് അതിവിടെ മാനുവലായിട്ട് ഇവിടെ വരുന്നതാണ്. TRCC എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇവിടെ വരുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു TRX കോയിൻ്റെ ഒന്നുകിൽ QR കോഡ് വരും, അതല്ലെങ്കിൽ അതിൻ്റെ താഴത്ത് നമ്മുടെ വാലറ്റിൻ്റെ അഡ്രസ്സ്, ഈ ഒരു കോയിൻസിൻ്റെ അഡ്രസ്സ് വരുന്നതാണ്. അത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ നേരെ വലത്തെ സൈഡിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ എക്സാമ്പിളായിട്ടാണ് ടെറക്സ് കോയിൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ടോൺ കോയിനോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മാർഗം വരുന്നത്. അതിനുശേഷം ഇവിടെ കോപ്പി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 1 ടെറക്സ് എന്നുള്ള ആ ഒരു ഭാഗത്തിൻ്റെ നേരെ മുകളിലാണ് നിങ്ങൾക്കിത് കാണാൻ കഴിയുക. അപ്പോൾ ഗെയ്സ് നേരെ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോപ്പി അഡ്രസ് എന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ അഡ്രസ്സ് കോപ്പി ചെയ്യുക. നേരെ നിങ്ങളുടെ ടോൺ കീപ്പർ വാലറ്റിലേക്ക് പോകുക. അതിനുശേഷം ടോൺ കീപ്പർ വാലറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ടോൺ കീപ്പർ വാലറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്.
2-3 സെക്കൻഡ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം എൻ്റെ ടോൺ കീപ്പർ വാലറ്റ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മുകളിൽ തന്നെ കാണാൻ കഴിയും നമ്മുടെ സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അഡ്രസ്സ് ഓർ നെയിം, നിങ്ങളുടെ ആ ഒരു കോപ്പി ചെയ്ത അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. ഞാനിവിടെ പേസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗൈസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കമൻസിൽ നിങ്ങളുടെ ഒരു ഷോർട്ട് പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പേര്, ജസ്റ്റ് ഒരു പേര് നിങ്ങൾക്ക് എഴുതി കൊടുത്ത് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോൺ കീപ്പറിലുള്ള ഏത് കോയിൻസ് ആണോ ആ ഒരു കോയിൻസ് നേരെ ആ ബൈബിറ്റിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഗൈസ് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ വാലറ്റിൽ ടോൺ കീപ്പറിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്ത ആ ഒരു കോയിൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആയിട്ട് നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്ത പോലെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസിൽ ആ ഒരു കോയിൻസ് ആഡ് ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ സിമ്പിളാണ്, വിഡ്രോ അടിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മുടെ ടോൺ കീപ്പറിൽ നിന്നും ബൈബിറ്റിലേക്ക് വിഡ്രോ ചെയ്യണ ഒരു രൂപം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൺവേർട്ട് ചെയ്യുക, ഓൾറെഡി നമ്മുടെ ബൈബിറ്റിലുള്ള ഏത് കോയിൻസ് ആണോ ആ കോയിൻസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ മുകളിലായിട്ട് കൺവേർട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ BTC കോയിൻസിനെ, ബിറ്റ് കോയിനെ നമുക്ക് USDTയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇവിടെ ഓൾറെഡി ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു യെല്ലോ കളറിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ USDTയെ ബിറ്റ് കോയിനിലേക്ക് മാറ്റാനും ഇവിടെ സാധൂകരിക്കും. ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോയിൻസ് ആണെങ്കിൽ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കോയിൻസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ഡിജിറ്റൽ വേൾഡ് ഓൺലൈൻ ജോബ് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.